അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറ്റവും ആദരണീയരായ സനാബിൽ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ. തീർച്ചയായും സ്വർഗ്ഗത്തിന് റയ്യാൻ എന്ന് പറയപ്പെടുന്ന ഒരു കവാടമുണ്ട്. ലാ യദ്ഖുലു മിൻഹു സ്വായിമുന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നോമ്പുകാരാണ് അതിൽ പ്രവേശിക്കുന്നത്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാരല്ലാത്ത ഒരാളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമസ്കരിക്കുന്നവർക്കും അതുപോലെ ഹജ്ജ് ചെയ്യുന്നവർക്കും ഒന്നുമില്ലാത്ത വലിയൊരു പ്രാധാന്യവും പവിത്രതയും നോമ്പുകാർക്കുണ്ട് എന്നാണ്. കാരണം അവർക്ക് വേണ്ടി മാത്രമാണ് സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കവാടം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ കാര്യവും. ഷഹുർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിന്റെ അവതരണം കൊണ്ട് സമ്പുഷ്ടമാണ് പരിശുദ്ധമായ റമദാൻ. ഖുർആനിന്റെ അവതരണം കൊണ്ട് ആണ് ഈ മാസത്തിന് ഇത്ര വലിയ പ്രാധാന്യവും പവിത്രതയും പുണ്യവുമൊക്കെ കരസ്ഥമാകുന്നത് എന്നത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിന്റെ വരുന്ന സന്ദർഭങ്ങളെ കൃത്യമായി ഏറെ ഗൗരവത്തോടുകൂടി, ഏറെ വീര്യത്തോടുകൂടി, ഏറെ പ്രാധാന്യത്തോടുകൂടി നാം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിൽ കയറിയപ്പോൾ 3 ആമീൻ പറഞ്ഞ സന്ദർഭം നമ്മൾ ഏറെ ഓർക്കേണ്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതിലൊരാള് നോമ്പുകാരനാണ്. പരിശുദ്ധമായ റമദാൻ വന്നിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ നോമ്പിന്റെ സന്ദർഭങ്ങളെ, റമദാനിന്റെ സന്ദർഭങ്ങളെ എത്ര ഗൗരവത്തോടുകൂടി ഉപയോഗപ്പെടുത്തണം, എത്ര പുണ്യത്തോടുകൂടി, എത്ര ഗൗരവത്തോടുകൂടി ഉപയോഗപ്പെടുത്തണം എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ റമദാൻ ഖുർആനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട മാസമാണ്. ഖുർആനിന്റെ വസന്തമാണ് റമദാൻ എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമാക്കപ്പെട്ട ഈ മാസത്തെ ഖുർആനിന് നെഞ്ചേറ്റാൻ, ഖുർആനിനെ വായിക്കാൻ, ഖുർആനിനെ പഠിക്കാൻ, ഖുർആനിനെ കാണാതെ പഠിക്കാൻ, അതുപോലെ അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഓരോ ആയത്തെങ്കിലും അതിന്റെ ഓരോ ഭാഗങ്ങളും ഓതിയിട്ടും കാണാതെ പഠിച്ചിട്ടും അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടും ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇഖ്റഉ വൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതണേ, നിങ്ങൾ ഖുർആൻ വായിക്കണേ, കാരണം അതിന്റെ ആളുകൾക്ക് അത് പരലോകത്തെ ശുപാർശയായിട്ട് വരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഓതുന്നതിന് പുണ്യമുണ്ട്, ഖുർആനിന്റെ ഒരായത്തിലെ ഒരു അക്ഷരത്തിന് പോലും പുണ്യമുണ്ട് എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഖുർആൻ ഓതാൻ കഴിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്നതിലൂടെയും അദ്ദേഹത്തിന് വലിയ പുണ്യമുണ്ട് എന്നാണ്. ഫൈദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു. ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കേൾക്കണേ, അത് നിശബ്ദമായി കേൾക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ചെയ്യപ്പെട്ടേക്കാമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ഈ സന്ദർഭങ്ങളെ ഖുർആനുമായിട്ട് ഏറ്റവും വലിയ ബന്ധമുള്ള ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം. ആ ഖുർആൻ വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വലിയ പുണ്യം നേടാൻ സാധിക്കും. ആ ഖുർആൻ പഠിക്കുന്നതിലൂടെ, അതിനെപ്പറ്റി ആലോചിക്കുന്നതിലൂടെ, അഫ്ലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ആലോചിക്കുന്നില്ലേ, ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് നമ്മളോടാണ് ചോദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ അല്പമൊക്കെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതോടൊപ്പം ഈ നമ്മുടെ പരിശുദ്ധമായ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടിയും ഓതുന്നതിന് വേണ്ടിയും ഒക്കെ മാറ്റിവെക്കണമെന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ തറാവീഹ് കൊണ്ടും അതുപോലെ തന്നെ ഖുർആനിന്റെ പഠനം കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടുമൊക്കെ ധന്യമാക്കേണ്ടതാണ്. നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിൽ ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും യാതൊരുവിധ പകയുമില്ലാതെ കറകളഞ്ഞ മനസ്സുമായിട്ട് ഈ പരിശുദ്ധ റമദാനിൽ കഴിയുന്ന ആളുകൾക്കാണ് റമദാനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. മനസ്സിൽ മുഴുവനും വിദ്വേഷവും, മനസ്സിൽ മുഴുവനും ഈർഷ്യതയും, മനസ്സിൽ മുഴുവനും അസൂയയും കുശുമ്പുമൊക്കെ ആയിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഇബാദത്ത് അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ ഖൽബുൻ സലീമായിക്കൊണ്ട് സുരക്ഷിതമായ കറകളഞ്ഞ നല്ല സ്ഫുടമായ മനസ്സുമായിട്ട് ചെല്ലുന്ന ആളുകളുടെ ആ കർമ്മ
സൽക്കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കുക. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സുമായിട്ട്, സലീമായ മനസ്സുമായിട്ട്, ഒരു കളങ്കവുമില്ലാത്ത, യാതൊരു വക്രതയുമില്ലാത്ത, കാപട്യത്തിന്റെ ലാജനയില്ലാത്ത, ഷിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും അടയാളങ്ങളും അലയൊലികളും ഇല്ലാത്ത ഒരു കറകളഞ്ഞ മനസ്സുമായിട്ടാണ് പരിശുദ്ധ റമളാനിൽ നമ്മൾ കഴിയേണ്ടത്. അങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നമുക്ക് രക്ഷയുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കുക. ഈ പരിശുദ്ധ റമളാൻ നമുക്ക് വലിയ ഒരു അവസരമാണ്. ഖുർആനുമായി ബന്ധപ്പെടാനും ഇബാദാത്തുകളിൽ മുഴുകാനും അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള വല്ലാത്ത വലിയ ഒരു അവസരമായിട്ട് ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കി 11 മാസവും എങ്ങനെയൊക്കെയോ ആയിപ്പോയി സഹോദരങ്ങളെ. 11 മാസവും എങ്ങനെയൊക്കെയോ കഴിഞ്ഞുകൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കാൻ അവർക്ക് സാധിക്കണം. ബാക്കിയുള്ള മാസങ്ങൾ എങ്ങനെയൊക്കെയോ ആയാലും അത് നമ്മുടെ വിഷയമല്ല. എങ്ങനെയും ആവാം എന്നല്ല പറയുന്നത്. എങ്ങനെയൊക്കെ ആയിപ്പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ റമളാൻ അവരുടെ മുമ്പിലുള്ള വലിയ ഒരു അവസരമാണ്. ആ റമളാനിനെ അതിൻ്റെതായ ഗൗരവത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പരലോകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ബാക്കിയുള്ള മാസങ്ങൾ അവനിൽ വന്നുപോയ കുറവുകളൊക്കെ പരിശുദ്ധമായ റമളാനിന്റെ ഈ സന്ദർഭങ്ങളെ, വിലപ്പെട്ട ഈ വീര്യം കൂടിയ സന്ദർഭങ്ങളെ വീര്യത്തോടുകൂടി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവന് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ലാ തഹ്ഖിറന്ന മിനൽ മഗ്റൂഫി ഷൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. ചെറിയ ഒരു കാര്യത്തെ പോലും നിസ്സാരമായി നീ കാണരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, നന്മയിൽ നിന്ന്, പുണ്യത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യത്തെ പോലും നീ നിസ്സാരമായി കാണരുത്, അതിനെ അവഗണിക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, നിന്റെ സഹോദരനെ അവനോട് പുഞ്ചിരിക്കുന്നത് പോലും, അപ്പോൾ ഒരു മനുഷ്യനോട് കണ്ടാൽ ചിരിക്കുന്നത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാറില്ല. പക്ഷേ അതുപോലും നീ അവഗണിക്കരുത് എന്ന് പറയുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ സമയം കിട്ടുന്നത് എങ്കിൽ, ഒരു പേജാണ് ഓതാൻ സമയം കിട്ടുന്നത് എങ്കിൽ, ഒരായത്തിന്റെ അർത്ഥമാണ് മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നതെങ്കിൽ അതൊന്നും ഒഴിവാക്കാതെ ഈ പരിശുദ്ധമായ റമളാനിന്റെ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും വിജയം നമ്മളെ കൂടെ ഉണ്ടാകുമെന്നത് നാം തിരിച്ചറിയുക. നമ്മൾ എത്രയൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ഇടപാടുകളിലും നമ്മുടെ കുടുംബത്തിന്റെ ഇടയിലുള്ള ഇടപാടുകളിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതൊക്കെ പരിഹരിക്കുവാൻ നാം ഈ റമളാനിൽ തന്നെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം റമളാൻ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. നമ്മുടെ പിതാവുമായിട്ടും മാതാവുമായിട്ടും നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരുമായിട്ടും നമ്മുടെ ബന്ധുക്കളുമായിട്ടുമുള്ള പ്രശ്നങ്ങൾ എവിടെയും ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ വിളക്കി ചേർക്കാതെ, അതൊക്കെ നന്നാക്കാതെ പരിശുദ്ധമായ റമളാനിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നത് നാം ഒരിക്കലും വ്യാമോഹിക്കേണ്ടതില്ല. കാരണം അവരുടെയൊക്കെ പൊരുത്തമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അവരുടെയൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും അതുപോലെ ജ്യേഷ്ഠാനുജന്മാരുടെയും ഒക്കെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത്, ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്, ഈ ഖുർആൻ ഓതുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം, ഒരിക്കലും ബന്ധങ്ങൾ അറ്റിച്ചവൻ, ബന്ധങ്ങൾ മുറിച്ചവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എവിടെയൊക്കെയോ വന്ന പോരായ്മകൾ കൃത്യമായി പരിഹരിക്കുവാൻ കൂടി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. കഴിയുന്നത്ര ഇബാദാത്തുകളിൽ മുഴുകുക, കഴിയുന്നത്ര ജമാഅത്തുകളിൽ പങ്കെടുക്കുക. ഓരോ നമസ്കാരത്തിനും അതിൻ്റെതായ പുണ്യമുണ്ട്. സുബഹിയുടെ ജമാഅത്തിന് അതിൻ്റെതായ പുണ്യമുണ്ട്. ഇശാഇന്റെ ജമാഅത്തിന് അതിൻ്റെതായ പുണ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കും ജമാഅത്തിന് വന്നാൽ പുണ്യം കിട്ടുമെന്നത് പരിശുദ്ധ റമളാനിൽ അതിന്റെ ഗൗരവം, അതിന്റെ പുണ്യം എത്ര വലുതാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം ജമാഅത്തുകളെ കൂടി ഉപയോഗപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കൂടി ഒരുങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം റമളാനാണ്. മറ്റു ദിവസങ്ങളെപ്പോലെ, മറ്റു മാസങ്ങളെപ്പോലെ അതും അങ്ങ് കഴിഞ്ഞു പോകും. ആ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് പടച്ച റബ്ബ് അടുത്ത ഒരു സന്ദർഭം നമുക്ക് ബാക്കി വെക്കുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അടുത്ത റമളാനിലാകട്ടെ അല്ലെങ്കിൽ നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചവർ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല എന്നത് നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിയുന്ന ഓരോ സന്ദർഭങ്ങളും
കഴിയുന്ന ഓരോ ഇബാദാത്തുകളും, കഴിയുന്ന ഓരോ ജമാഅത്തുകളും, കഴിയുന്ന ഓരോ സന്ദർഭത്തിലും നമുക്ക് ചെയ്യാനുള്ള ഓരോ പുണ്യകർമ്മങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ട്, ചെയ്തുകൊണ്ട്, അനുഷ്ഠിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിനെ നാം വരവേൽക്കുക. അതിനെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നാം പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദാത്തുകളെ മുഴുവനും അല്ലാഹു സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നമ്മൾ മറന്നു പോകരുത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, അല്ലാഹുവേ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ നീ ഇത് സ്വീകരിക്കണേ, നീയാണ് കാണുന്നവൻ, നീ എല്ലാം അറിയുന്നവനാണല്ലോ എന്നുള്ള പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇബാദാത്തുകൾക്കും ശേഷം ഉണ്ടാകണം. ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് സ്വീകരിക്കണമേ നാഥ എന്ന് ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് വേണ്ടി പറഞ്ഞുള്ള പ്രാർത്ഥന, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാൻ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സന്ദർഭമാണ്. റമദാനിന്റെ ഓരോ സന്ദർഭങ്ങളും, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സന്ദർഭങ്ങൾ, വെള്ളിയാഴ്ചയിലെ സമയങ്ങൾ, അങ്ങനെ ഒരുപാട് സമയങ്ങൾ നമുക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. നോമ്പുകാരൻ ഹത്താ യുഫ്തിറ, നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, നോമ്പ് തുറക്കുവോളമുള്ള സമയത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമെന്ന് ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടിപ്പോയ പ്രാർത്ഥന എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥനയാണത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നമ്മൾ മറന്നു പോകരുത്. ഈ സന്ദർഭങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പവിത്രമായ സന്ദർഭങ്ങളെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഖുർആനുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം, നമ്മുടെ സുഹൃത്തുക്കളുമായി നല്ല ബന്ധമുണ്ടാകണം, നമ്മുടെ കുടുംബാദികളുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം. അങ്ങനെ ഈ പരിശുദ്ധമായ റമദാനിനെ അതിൻ്റെതായ പൗരുഷയോടുകൂടി തന്നെ കാണുകയും, അതിൻ്റെതായ പവിത്രതയോടുകൂടി തന്നെ കാണുകയും, ഈ റമദാനിന്റെ നോമ്പിനെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി തന്നെ അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നമുക്കതിന് സാധിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.